നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത നെക്സ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിൻഡോ ഓപ്പണായി വരുന്നതാണ്. അതിൽ പേരൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ABCS എന്നുള്ള സ്കൂൾ കോഡ് കൊടുക്കുക, സ്മോൾ ലെറ്ററാണ്. പിന്നെ നിങ്ങളുടെ SMS വന്നിരിക്കുന്ന ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഏത് ഫോൺ നമ്പറിലേക്കാണോ SMS വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ആ SMS ഈ നമ്പർ കാണുന്നതാണ്, അതായിരിക്കും നിങ്ങളുടെ യൂസർ നെയിം. നിങ്ങളുടെ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആപ്പിൽ ലോഗിൻ ചെയ്യാനുള്ള OTPയും യൂസർ നെയിം നിങ്ങളുടെ ഫോൺ നമ്പറിൽ SMS ആയി വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ നെക്സ്റ്റ് ED എന്നുള്ള SMS നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങളുടെ മെസ്സേജിൽ അത് കണ്ടുപിടിക്കുക. ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് കാണാൻ കഴിയും. അതിൽ യൂസർ നെയിം നിങ്ങളുടെ ഫോൺ നമ്പർ ആയിരിക്കും, OTP ഒരു 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ യൂസർ നെയിമാണ് എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആപ്പ് ഓപ്പൺ ആകുമ്പോൾ അതിൽ യൂസർ നെയിമിൻ്റെ അവിടെ ഫോൺ നമ്പറും പാസ്വേഡിൻ്റെ അവിടെ OTPയുടെ അവിടെ ആ 6 ഡിജിറ്റ് OTP എൻ്റർ ചെയ്യുക. സ്കൂൾ കോഡിൻ്റെ അവിടെ ABCS എന്ന് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുക. അടുത്തത് OTP, ആ SMS OTP തൊട്ട് താഴെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഗ്രീൻ സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. SMS ആ OTP അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. ആ വിൻഡോയിൽ നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് എളുപ്പത്തിൽ നമുക്ക് കുട്ടിയുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്ററും പിന്നെ @ സിമ്പിൾ പിന്നെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ഇയർ ഓഫ് ബർത്തും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടിയുടെ പേര് സ്വസ്തി എന്നാണെങ്കിൽ SWAS @2020 എന്ന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആക്ടിവേറ്റ് നൗ എന്നുള്ള താഴെ കാണുന്നതിനകത്ത് ഗ്രീനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രൊഫൈൽ ആക്ടിവേറ്റ് ആവുന്നതാണ്. അതിനുശേഷം കുട്ടിയുടെ പ്രൊഫൈലിന് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 2-3 കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ വലതുവശത്ത് കാണാൻ കഴിയും. അത് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കുട്ടിക്കും ഇതേപോലെ സെയിം പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2-3 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 3 കുട്ടിക്കും ഒരേ പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ വിൻഡോയിൽ ഇതിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഒരു ആരോ മാർക്ക് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കുട്ടിയാണെങ്കിൽ ഒരു കുട്ടിയുടെ മൾട്ടിപ്പിൾ കുട്ടികൾ സ്കൂളിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിയുടെയും പ്രൊഫൈൽ നിങ്ങൾക്ക് ഇതുവഴി കാണാൻ കഴിയും.